ഈ കലാഭവൻ നവാസ് മരണപ്പെട്ടപ്പോൾ ഒരാള് പറയുന്നത് ഞാൻ കേട്ടു. അയാൾക്ക് അതിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് നെഞ്ചരിച്ചിൽ അനുഭവപ്പെട്ടപ്പോ തന്നെ അയാൾ ഹോസ്പിറ്റലിൽ പോയെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു എന്നൊരാൾ പറയുന്നത് കേട്ടു. രക്ഷപ്പെടൂല. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂന. അല്ലാഹു നിശ്ചയിച്ചെടുത്ത് അല്ലാഹുവിന്റെ വിധിക്ക് കീഴ്പ്പെടേണ്ടവനാണ് മനുഷ്യൻ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ മനുഷ്യൻ ഇങ്ങനെ വെറുതെ പറയുന്നതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആളുകൾ ഇങ്ങനെ പറയും ലൗ ലൗ ലൗ, ഞാൻ അങ്ങനെ ചെയ്തെങ്കിൽ, ഇതിങ്ങനെ ആയിരുന്നെങ്കിൽ, മറ്റേതങ്ങനെയായിരുന്നെങ്കിൽ, അത് വെറുതെയാണ് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖളാഇൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന സംഗതി രണ്ട് കാര്യം. അള്ളാഹുവിന്റെ ഖളാഇലും ഖദറിലുമുള്ള സംഗതികളെ മാറ്റാൻ കഴിയുന്ന രണ്ട് സംഗതിയുണ്ട്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. എല്ലാ വെള്ളിയാഴ്ചകളിലും ഖതീബുമാർ ജുമുഅ നിസ്കാരത്തിന്റെ ഒന്നാമത്തെ റക്അത്തിൽ ഓതുന്ന സൂറത്തിന്റെ ആദ്യ ഭാഗമാണ്. പക്ഷേ നമ്മളത് കേൾക്കാതെ പോകുന്നതേ ഫാത്തിഹ ഓതാൻ നമുക്ക് സമയം തരുന്നുണ്ട്, നമുക്ക് കേൾക്കാതെ പോവാണ്. അതിന്റെ ബാക്കി ഭാഗങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. എല്ലാ ആഴ്ചയും ഇത് ഓതൽ സുന്നത്താണ്. എന്തായാലും പറഞ്ഞത് വല്ലദീ ഖദ്ദറ ഫഹദ. നിങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് ആ തീരുമാനത്തിലേക്കാണ് അള്ളാഹു നിങ്ങളെ കൊണ്ടുപോകുന്നത്. അള്ളാഹു നമ്മളെ കൊണ്ടുപോകുന്നത് അങ്ങനെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കലാഭവൻ നവാസിന് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിൽ പോയി കാണിക്കാം എന്നാണ് തോന്നിയതെങ്കിൽ അള്ളാഹുവിന്റെ ഖളാഇൽ റബ്ബ് വിധിച്ച സമയം വരെ അദ്ദേഹത്തെ നീട്ടിക്കൊണ്ടുപോകാനുള്ള വിചാരം കൊടുത്തതാണ്. അതിന്റെ ഒരു ചിന്ത കൊടുത്തതാണ്. അള്ളാഹുവിന്റെ ഖളാഇൽ നിന്ന് റബ്ബിനല്ലാതെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അള്ളാഹുവിന്റെ ഖളാഇനെ മാറ്റിമറിക്കാനും കഴിയുന്ന രണ്ട് സംഗതി ആകാശത്തിന് ചുവട്ടിലുണ്ടെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് റസൂലുള്ളാഹി പറഞ്ഞത് സ്വതഖയാണ്, ദാനധർമ്മമാണ്. അസ്സദഖതു റദ്ദുൽ ബലായ, സർവ്വസാധാരണ നമ്മൾ കേൾക്കുന്ന ഹദീസാണ്. അത് സ്വതഖക്ക് വേണ്ടി മുസ്ലിയാക്കന്മാർ പഠിച്ചുണ്ടാക്കിയതല്ല, അത് അള്ളാന്റെ ഹബീബ് പറഞ്ഞതാണ്. ദാനധർമ്മങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു വിധിച്ചിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും മറികടക്കാൻ നിങ്ങളെ സഹായിക്കും. ആ പ്രതിസന്ധികളെ മാറ്റാൻ ദാനധർമ്മത്തിന് കഴിയും എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ദാനധർമ്മമാണ്. ഇവിടെ ഒരുപാട് ആളുകൾ എത്ര കൂടിയായി ഇപ്പൊ ഓഫറൊക്കെ അടക്കം എത്രയായി? ഓഫറൊക്കെ അടക്കം എത്രയായി? 1,80,00,000 റുപ്പിക നമുക്ക് ഓഫർ വഴിയായി. നമ്മുടെ ഈ ഇത് ബിൽഡിങ്ങിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ലേ, ബിൽഡിങ്ങിലേക്ക് മാത്രമുള്ളതാണ്. 14 ഡയാലിസിസ് മെഷീനായി, 2 കിണറുകളും ഓഫർ വന്നിട്ടുണ്ട്. ആംബുലൻസ് ഓഫർ ആയിട്ടുണ്ട്. ബിൽഡിങ്ങിലേക്ക് മാത്രം നമ്മൾ 1,80,00,000 പറഞ്ഞത്. 1 കോടി കൂടെ അതിലേക്ക് സമാഹരിക്കാൻ നമുക്ക് നമ്മുടെ മുമ്പിൽ ആ പദ്ധതി പൂർത്തീകരിക്കാൻ 1 കോടിയുടെ ഫണ്ട് കൂടെ സമാഹരിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതാകും. ഈ 1,80,00,000 തന്നതും 14 മെഷീൻ തന്നതും അതേപോലെ കിണർ ഓഫർ ചെയ്തതും ആംബുലൻസ് ഓഫർ ചെയ്തതും ഒന്നും നമ്മിൽ നിന്നുള്ള നന്ദി വാക്ക് പ്രതീക്ഷിച്ചിട്ടല്ല. അവര് കൊടുക്കണ സമയത്ത് പടച്ചോനെ, ഞാൻ ഈ ഡയാലിസിസ് മെഷീൻ കൊടുക്കുന്നത് എന്നെ നീ മരിക്കുന്നതിന് മുമ്പ് ഡയാലിസിസ് കടത്തരുത് റബ്ബേ എന്ന നിയ്യത്തിലാവും. അസ്സദഖതു റദ്ദുൽ ബലായ, സ്വതക്ക പ്രയാസത്തെ തട്ടി നീക്കാൻ സഹായിക്കുന്ന ആരാ പറഞ്ഞത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഖളാഇൽ അദ്ദേഹം ഡയാലിസ് ചെയ്ത ഒരു രോഗിയായി ജീവിക്കണം, ജീവിതത്തിന്റെ സായം സന്ധിയിൽ എന്നാണ് അല്ലാഹുവിന്റെ വിധി. പക്ഷേ അയാൾ ചെയ്ത സ്വതക്ക ആ ബലാഇനെ തട്ടി നീക്കാൻ സഹായിക്കുമെന്ന് പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്താ നിങ്ങള്? രണ്ടാമത്തെ കാര്യം, ഒരു പക്ഷേ ആംബുലൻസ് കൊടുത്ത ആള് നിയ്യത്ത് ചെയ്തിട്ടുണ്ടാവും, പഠിച്ചോനെ മരണം വരെ ആംബുലൻസിൽ കിടക്കേണ്ട ഒരു വിധി നീ തരരുത് അല്ലാഹ്. അതൊരു പ്രയാസം. ഒരാൾ എന്നോട് പറഞ്ഞു, ആംബുലൻസ് കാണുമ്പോഴേ പേടിയാണ്.
അതെ അതിൽ കടക്കാനുള്ള വിധിയില്ലാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തവരൊക്കെ പല നിയ്യത്തിലും ചെയ്തവരാവും. അള്ളാഹുവിന്റെ ഖദാഇനെ മാറ്റിമറിക്കാൻ പറ്റാവുന്ന രണ്ടാമത്തെ സംഗതി ദുആയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, സയ്യിദത്തുന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ ഹബീബ് പള്ളിയിൽ വെച്ച് സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് വീട്ടിന്റെ അകത്തിരുന്ന് കേട്ട പെണ്ണ ആയിഷ ബീവി. എന്നിട്ട് ലോകത്തെ പഠിപ്പിക്കാൻ അള്ളാന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടു. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ലാ യുഗ്നി ഹദറും മിൻ ഖദർ. സൂക്ഷിച്ചു എന്നതുകൊണ്ട് അല്ലാഹുവിന്റെ ഖദാഇൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. എന്റെ ജീവിതത്തിൽ അനുഭവമുണ്ട്. എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പറയാം, അദ്ദേഹത്തിന്റെ അയൽവാസി ഒരു അമുസ്ലിമാണ്. അദ്ദേഹം ഭക്ഷണത്തിലൊക്കെ വളരെ സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന ആളാണ്. അയാൾ എപ്പോഴും പറയത്രേ, ക്യാൻസറിന്റെ കാരണം വിഷലിപ്തമായ ഭക്ഷണമാണ്. അയാളുടെ പറമ്പിലും പാടത്തും ഉണ്ടാക്കിയ നെല്ലിൽ നിന്ന് കിട്ടുന്ന അരിയും പച്ചക്കറികളും മാത്രമാണ് അയാൾ കഴിക്കാറുള്ളത്. രാത്രി ഒരു ഓട്സിൽ മാത്രം അയാൾ രാത്രി ഭക്ഷണം അവസാനിപ്പിക്കുന്ന ആളാണ്. അയാൾ പറയാ ക്യാൻസർ വരും, അതുകൊണ്ട് ഭക്ഷണം ശ്രദ്ധിക്കണം, രോഗിയാകും, ശ്രദ്ധിക്കണം. അങ്ങനൊക്കെ ഉണ്ട്. എന്നോട് ഈ സുഹൃത്ത് പറയാൻ, അദ്ദേഹം മരണപ്പെട്ടത് ലെൻസിന് ക്യാൻസർ വന്നിട്ടാണ്. ഇയാൾ മദ്യപിക്കാറില്ല, പുകവലിക്കാറില്ല. സാധാരണ ലെൻസിന് ക്യാൻസർ വന്നാൽ ഡോക്ടർമാർ ചോദിക്കും പുകവലിക്കാറുണ്ടോ എന്ന് ചോദിക്കും. ആദ്യത്തെ ചോദ്യമായിരിക്കും. അങ്ങനെയാ ചോദിക്കാൻ. ലിവറിന്റെ പ്രശ്നം വന്നാ ചോദിക്കും നിങ്ങൾ മദ്യപിക്കാറുണ്ടോ എന്ന് ചോദിക്കും. ഇയാൾ പുകവലിച്ചിട്ടില്ല, മദ്യപിച്ചിട്ടില്ല. പക്ഷെ അയാൾ മരിച്ചത് ലെൻസിന് ക്യാൻസർ വന്നിട്ടാണ്. നിങ്ങൾ സൂക്ഷിച്ചു എന്നതുകൊണ്ട് മാത്രം അല്ലാഹുവിന്റെ ഖദാഇൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല. ശരിയല്ലേ? ഇന്നലെ രാത്രി ഞാൻ നിങ്ങളുടെ നാടിന്റെ അടുത്ത് വില്യാപ്പള്ളിക്കടുത്തൊരു സ്ഥലത്ത് വഅദിന് പോയതാണ്. രാത്രി ഭക്ഷണം കഴിക്കാൻ, ഈ സമയമാണത്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ചില ആളുകൾ ഇങ്ങനെ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു. ചിലർ ശ്രദ്ധിച്ചു കഴിക്കുന്നുണ്ട്, ചിലർ സൂക്ഷിക്കാതെ കഴിക്കുന്നുണ്ട്. സൂക്ഷിക്കാതെ കഴിക്കുന്നവർ സൂക്ഷിച്ചു കഴിക്കുന്നവരോട് പറയാൻ, കഴിച്ചാലും മരിക്കും, കഴിച്ചിട്ടില്ലെങ്കിലും മരിക്കും. കഴിച്ചാലും രോഗിയാകും, കഴിച്ചില്ലെങ്കിലും രോഗിയാവും. എന്നിട്ടവർ പറഞ്ഞാൽ അതിനൊന്നുമല്ല പറഞ്ഞത്. അവർ പറയുന്നൊരു സംഗതി, ആ നാട്ടിൽ നടക്കുക മാത്രമേ ചെയ്യാറുള്ളൂ അത്രേ. വാഹനങ്ങളിൽ അയാൾ കയറാറുള്ളത് അവർ കണ്ടത് വളരെ വിരളം മാത്രമാണ്. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അദ്ദേഹം നടന്നു തീർത്തതാണ്. അദ്ദേഹത്തിന്റെ ആയുസ് മുഴുവൻ നടന്നു തീർത്തതാണ്. അദ്ദേഹത്തിന് ഷുഗർ ഉണ്ട് അത്രേ. എന്നിട്ട് എന്നോട് പോലെ പറയാ, നടന്നു എന്നുള്ളതുകൊണ്ടൊന്നും ഷുഗർ ഇല്ലാതാവൂല ഉസ്താദേ എന്ന് മൂപ്പരൻ എന്നോട് പറയാൻ. അവരെന്നോട് പറയാൻ, നടക്കണ്ടെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. സൂക്ഷിച്ചു എന്നതുകൊണ്ട് മാത്രം അല്ലാഹുവിന്റെ ഖദാഇൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല. അല്ലാഹുവിന്റെ ഹബീബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഡോക്ടർമാര് രോഗങ്ങളുടെ കാരണം പറയാറുള്ളത് എന്താ അറിയോ? അവർ 1000 രോഗം, സമാനമായ 1000 രോഗം, സമാനമായ രോഗവുമായി 1000 ആളുകൾ വന്നാൽ 1000 ആളുകളെയും ഇവർ നിരീക്ഷിക്കും. എന്നിട്ട് അവരെന്താ പറയാ, ഡയഗ്നോസിസ് ചെയ്യും. അവരിങ്ങനെ ചോദിക്കും ഈ വന്ന ഓരോ രോഗിയോടും, നിങ്ങൾക്ക് എന്തായിരുന്നു തുടക്കമുണ്ടായത്, പിന്നെന്തുണ്ടായത്, പിന്നെന്തായി, 1 മാസം കഴിഞ്ഞപ്പോ എന്തായി, ഇതിങ്ങനെ ചോദിച്ചറിയും. പിന്നെ ചോദിക്കും നിങ്ങളുടെ പരമ്പരയിലുണ്ടോ, വാപ്പാക്ക് സുഖം ഉണ്ടായിരുന്നു, ഇതിന്റെ വല്ല ലക്ഷണം, ഇതൊക്കെ ചോദിച്ചറിഞ്ഞ 1000 ആളുകളിൽ നിന്ന് 600 ആളുകളും പറഞ്ഞ സമാനമായ അടയാളങ്ങൾ രേഖപ്പെടുത്തിയിട്ട് അവർ പറയും ഇന്ന രോഗത്തിന്റെ സിംറ്റംസ് ഇന്നതൊക്കെയാണ് എന്നവർ പറയും. അങ്ങനെ പറയാണ്. എന്നിട്ട് അവര് പറഞ്ഞത്, നമ്മൾ ചെന്നിട്ട് വയറുവേദന ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ഇവിടെയാണ്. അപ്പൊ അയാള് ഇതിന് മുമ്പ് വന്ന് ഇത് പരിശോധിച്ച് ചില ലക്ഷണങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അതും കൂടെ അതിന്റെ കൂടെ സാമ്യമായി വന്നു എന്ന് കണ്ടാ മൂപ്പര് പറയും, സാരില്ല, ഒരാഴ്ച മരുന്ന് കഴിച്ചാൽ മാറും, അത് നിങ്ങൾക്ക് ഇന്ന പ്രശ്നം കൊണ്ട് വന്നതാണ്. 600 ആളുകളിൽ നിന്ന് സമാനമായ സ്വഭാവം കണ്ടപ്പോ അത് വെച്ച് ഡയോഗ്നിസ് ആ രോഗം നിർണയിക്കാനുള്ള മാനദണ്ഡങ്ങൾ രേഖപ്പെടുത്തിയിട്ടാണ് അവർ പറഞ്ഞത്. പക്ഷെ 400 ഇതിന് പുറത്താന്ന് പറഞ്ഞാല് അവർ ഈ ലക്ഷണങ്ങളൊന്നും കണ്ടില്ലെങ്കിലും പറയും, പിന്നെ ഒരു മുണ്ടൂല. ഇപ്പൊ അടുത്തൊരാൾ എന്നോട് പറഞ്ഞു, ഞാൻ ചെന്നിട്ട് ഞാനൊരു സർജറി കഴിഞ്ഞതാണ്. അയാൾ പറയുന്ന ഹാർട്ടിന്റെ സർജറി കഴിഞ്ഞതാണ്. ഹാർട്ടിന് സർജറിക്ക് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും ചെന്നു, അസ്വസ്ഥത ചെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ അയാൾ പിന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ചെയ്ത ഹാർട്ടിന് സർജറി ചെയ്തതിന്റെ ഭാഗത്തൊരു പക്ഷേ മാംസം തടിച്ചിട്ടുണ്ടാകാനിടയുണ്ട്, സ്കാനിങ് ചെയ്യാമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോ ആ പ്രശ്നമൊന്നുമില്ല. അപ്പൊ പിന്നെ അയാൾ ഇങ്ങനെ ഇരുന്നിട്ട് കുറെ ആലോചിച്ചിട്ട് പറഞ്ഞത്രേ, പ്രശ്നമൊന്നുമില്ല, ഞാൻ എന്തേ പ്രശ്നം ഉണ്ടാവും നമുക്ക് നോക്കാം, നിങ്ങൾക്ക് വേദന വരുമ്പോ വന്നാ മതി. അയാൾ എന്നോട് പറയാൻ,
എന്നെ ചികിത്സിച്ച ഡോക്ടർക്ക് എനിക്ക് വന്ന അസ്വസ്ഥതയുടെ കാരണമെന്ത് എന്ന് പറയാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താ, ഈ രോഗങ്ങളെ വിലയിരുത്തുന്ന രീതിയിലാണ് മുത്തുനബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഖളാഇൽ ഒരു മനുഷ്യൻ എന്തൊക്കെ അല്ലാഹു വിധിച്ചിട്ടുണ്ടോ അത് അല്ലാഹുവിന്റെ ആ വിധിക്ക് വിധേയമാകാൻ വിധിക്കപ്പെട്ടവനാണ് മനുഷ്യൻ.